ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ചെമ്മീൻ റോസ്റ്റാട്ടോ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതാ നമ്മൾ എണ്ണ ചൂടാക്കി അതിൻ്റെ അകത്തോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. മിനിമം ഒരു 10-15 മിനിറ്റെങ്കിലും ഈ ചെമ്മീൻ എന്താ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്കൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. വേറെ ഒന്നുമില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ 2 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഇത്രയും കൂടി ഇട്ടിട്ടാണ് ഞാനതൊന്ന് മാരിനേറ്റ് ചെയ്തത്. ഇതാ നമ്മുടെ ചെമ്മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരു 10 മിനിറ്റ് കൂടുതൽ നമ്മൾ വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ, വറുത്തെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അതിനുശേഷം ആ എണ്ണയിലോട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് വാടി വന്നിട്ട് മാത്രം ഒരു ചെറിയ സവോള, അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്തും പച്ചമുളകും, ഇത്രയും സാധനങ്ങൾ കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇതാ ഈ ഒരു പരുവായി വരുമ്പോൾ മാത്രം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ചെമ്മീനിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടതാണ്, അതുകൊണ്ട് അതും കണക്കാക്കി മാത്രം നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് തക്കാളിയാണ് ചേർക്കാനുള്ളത്. തക്കാളി പുളി അനുസരിച്ച് മാത്രം ചേർത്താൽ മതി. അതുമാത്രമല്ല, ഈ സവാള നന്നായിട്ട് വാടി വന്നിട്ട് മാത്രമേ നമ്മൾ തക്കാളി ചേർക്കാവുള്ളൂ കേട്ടോ. അത് നന്നായിട്ട് വാടി വന്നിട്ട് മാത്രം തക്കാളി ഒരു ഹാഫ് തക്കാളി ചേർക്കുന്നുള്ളൂ കേട്ടോ. അത് നമ്മൾ ആ യൂസ് ചെയ്യുന്ന സ്പൂൺ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. സോ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നല്ലോണം മിക്സായി വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും സാധനമാണ് ചേർക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ എത്ര മാത്രം ചെമ്മീനാണ് എടുക്കുന്നത് അതിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ ചേർത്ത ഉടനെ വെള്ളം ഒഴിക്കരുത്. നല്ലോണം മിക്സാക്കി ആ തക്കാളിയും കൂടെ ഉടച്ച് ചേർത്ത് ഇതിൻ്റെ പച്ചമണം നല്ലോണം മാറി ഈ ഒരു പരുവായി വരുമ്പോൾ മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. അത് നമ്മൾ തിളച്ച വെള്ളമായിട്ട് ഒഴിക്കണേ, ഒരിക്കലും തണുത്ത വെള്ളം എടുത്ത് ഒഴിക്കരുത്. നല്ല തിളച്ച വെള്ളം ഒഴിക്കും. ഇതാ ഈ ഒരു പരുവാവട്ടെ, അപ്പം മാത്രം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളച്ച വെള്ളമാട്ടോ നമ്മൾ ഒഴിക്കുന്നത്. ഓക്കെ, ഈ സമയത്ത് നമ്മളൊന്ന് ഇളക്കി വരുമ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പാഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കാം കേട്ടോ. മസാല നല്ലോണം ഒന്ന് മിക്സാക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, അതൊന്ന് വറ്റി വരേണ്ടതാണ്. വറ്റി വന്നിട്ടാണ് നമ്മൾ മെയിനായിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ചേർക്കുന്നത് കേട്ടോ ലാസ്റ്റ്. ഇതാ ഈ ഒരു പരുവായി വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചേക്കണം ചെമ്മീനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ചെമ്മീൻ എടുത്തുകൊണ്ടാണ് കേട്ടോ ഇത്രയും കുറച്ച് മസാല ഉണ്ടാക്കിയത്. സോ നമുക്ക് കുറച്ച് ഗ്രേവിയിൽ വേണ്ടതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഈ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ചു വെക്കത്തില്ലേ, അതേപോലെ ഈ ചെമ്മീൻ നമ്മുടെ ഈ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കുക. അവിടെ ചെറിയ രീതിയിലൊന്ന് വെള്ളമുണ്ട്, നമ്മൾ ഒഴിച്ച വെള്ളമൊന്ന് മസാലയൊക്കെ മിക്സ് ആക്കി അതൊന്ന് വറ്റി വരട്ടെ. നമ്മൾ കുറച്ചേരം അടച്ച് വയ്ക്കുന്നുണ്ട്. അടച്ച് വെച്ചതിന് ശേഷം തുറന്ന് ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കുക. പിന്നെ ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. എന്നിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ നമ്മുടെ ഈ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റി വരും. ഈ വെള്ളം വറ്റി അത് ഒരു ഡാർക്ക് കളറിലോട്ട് മാറുമ്പോൾ മാത്രം കേട്ടോ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. കണ്ടോ, നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഒരു ഡ്രൈ ഫോമിലോട്ട് പോകുന്ന സമയത്താണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. 1-ാം പാൽ 2-ാം പാലൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ലൂസായിട്ടുള്ള പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പിടാം. അതേപോലെ കുരുമുളക് പൊടി നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അധിക നേരം നമ്മൾ അടച്ച് വെക്കുകയോ അധിക നേരം മിക്സ് ചെയ്യുകയോ ചെയ്യേണ്ട. തേങ്ങാപ്പാൽ ഒഴിച്ച് 2-3 മിനിറ്റ് ഒന്ന് കുറുക്കി ഒന്ന് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇനി ഡ്രൈ ഫോമിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ തേങ്ങാപ്പാൽ വറ്റിച്ചെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. നമുക്കിവിടെ കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്കിത് വറ്റിച്ചെടുക്കാം. അടച്ച് വെക്കണമെങ്കിൽ അടച്ച് വെച്ചിട്ടെടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇല്ലാതെ എടുക്കാം. ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും കുരുമുളക് പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം മിക്സാക്കിയിട്ട് ഡ്രൈ ആക്കേണ്ടവർക്ക് ആക്കിയെടുക്കാം. നമ്മൾ ഈ ചെമ്മീൻ ആദ്യം തന്നെ വറുക്കാൻ നേരത്ത് അത്യാവശ്യം കുക്കായതുകൊണ്ട് ഇനി ഒത്തിരി നേരം കുക്കാക്കണമെന്നില്ല. അത് കുറച്ച് വലിയ ചെമ്മീനായതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്തെടുക്കുന്നത്. തീരെ ചെറിയ ചെമ്മീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും നേരം ആവശ്യം വേണ്ടി വരില്ല.
അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ട് വാങ്ങിച്ചേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, അടിപൊളിയാണ്.